എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ടീച്ചർ, ഈ രാമായണം എന്ന മഹാകാവ്യത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇതിനകത്ത് എല്ലാ ജന്തുജാലങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ? ചെറുതും വലുതുമായിട്ട് ധാരാളം ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ ഇതിനകത്ത് കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ ഈ ജടായുവിനും സമ്പാദിക്കും രാമായണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണുള്ളത്. പ്രത്യേകിച്ചും സീത അന്വേഷണ സമയത്ത് ശ്രീരാമന് ശരിക്കും വഴികാട്ടുന്നുണ്ട്. ജടായുവിനെയും സമ്പാദിയെയും കുറിച്ച് അറിയുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ ഇവർ സഹോദരങ്ങളാണ്. സൂര്യന്റെ തേരാളിയായ അരുണന്റെ മക്കളാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ചെറുതിലെ വേഗത്തിൽ ഉയരത്തിൽ പറന്നു പോയപ്പോൾ സമ്പാദി ചിറക് കൊണ്ട് ജടായുവിന്റെ ചിറകിനെ രക്ഷിച്ചു, സൂര്യന്റെ ചൂടിൽ നിന്നും സംരക്ഷിച്ചു. അങ്ങനെ സ്വന്തം ചിറക് കരിഞ്ഞു പോയി എന്നൊക്കെയുള്ള കഥകളാണ് കേട്ടിട്ടുള്ളത്. എന്നാലും ജടായുവിനെയും സമ്പാദിയെയും കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും. ഇന്ന് അവരെ കുറിച്ച് പറയാം. ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടി വനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഭീമാകാരനായ ഒരു ജന്തു ഇങ്ങനെ കിടക്കുന്ന കാണും. ഇവരെന്താ ഇതുപോലെ കണ്ടാലും പെട്ടെന്ന് സജ്ജരാകുക എന്ന് പറഞ്ഞാൽ അമ്പം വില്ലും റെഡിയാക്കി വെക്കുക. അതിനെ സജ്ജൻ എന്നുള്ള വാക്ക് തയ്യാറാവുക. അത് തയ്യാറായി എന്നിട്ട് അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ ഇത് രാക്ഷസനാണോ എന്നൊക്കെ ഇങ്ങനെ ഇവരുടെ സംസാരം കേൾക്കും. അപ്പൊ ഇദ്ദേഹം പറയും, ഈ ജഡായു അവിടെ കിടന്ന് പറയും, വധ്യനല്ല അഹം, ഞാൻ കൊല്ലപ്പെടേണ്ടവല്ല അല്ല, അങ്ങയുടെ അച്ഛന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് ഞാൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് തന്നെ ഭദ്ര എന്ന് പറഞ്ഞിട്ടാണ്. കാര്യങ്ങളൊക്കെ പറയും. രാമൻ തൻ്റെ വിശേഷങ്ങളെല്ലാം ഇങ്ങോട്ടും പറയും. എന്നിട്ട് ഒരു വയസ്സനായി തീരെ എഴുന്നേക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് അന്നേരം. അപ്പോൾ പറയും, ഞാനിവിടെ സീതയ്ക്ക് കാവലായിട്ട് നിന്നോളാം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ പോകേണ്ടി വരുമല്ലോ, ഇനി സീതയെക്കുറിച്ച് വിഷമിക്കേണ്ട, ഞാനുണ്ടാവും എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കാനായിട്ട് ഇദ്ദേഹം അനുവദിക്കുകയും ഇവര് വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും കൂടെ അവിടെ യോജിപ്പായിട്ട് കഴിയുകയും ചെയ്ത ആ സമയത്താണ് പെട്ടെന്ന് രാവണന്റെ വരവും സീതയെ തട്ടിക്കൊണ്ടുപോവുക. സീതയെ തട്ടിക്കൊണ്ടുപോയി രാവണൻ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് സീത ജഡായോ ജഡായോ എന്ന് വിളിക്കുക. അപ്പൊ ജഡായു ഒരു മരത്തിലിരുന്ന് ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. ഈ ശബ്ദം കേട്ടു, ചാടി വന്നു. അന്നേരം പറയും, നീ ശ്രീരാമനെ വേഗം വിവരം അറിയിക്കൂ, ഇതാ രാവണൻ എന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഇദ്ദേഹം ശ്രീരാമനെ വിവരം അറിയിക്കാൻ നിന്നില്ല, മറിച്ച് രാവണന്റെ അടുത്ത് എന്ന് പറയുകയാണ്, നീ യുവാവാണ്, അടുത്തെന്ന് പറയുന്ന, നിനക്ക് രഥമുണ്ട്, കുതിരകളുണ്ട്, സൂതനുണ്ട്, അമ്പും വില്ലുമുണ്ട്, എനിക്കിതൊന്നുമില്ല. ഞാൻ വൃദ്ധനാണ്, എനിക്ക് കൊക്കും നഖവും മാത്രമേ ആയുധമുള്ളൂ. പക്ഷേ നീ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ അടുത്ത് നിന്നും സീതയും കൊണ്ട് പോവില്ല എന്ന് പറഞ്ഞ് ചാടി അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. മാന്തുക, കൊക്കുകൊണ്ട് കൊത്തുക, കീറുക. ദേഷ്യം വന്നു രാവണന്. നന്നായിട്ട് സീത അടുത്തിരിക്കുകയല്ലേ, ഒരു കൈ കൊണ്ടാവാം, നന്നായിട്ട് അമ്പെയ്തു. പഞ്ചരക്കൂട്ടിലെ തത്തെ പോലെ ആക്കിയെന്ന് കൂട്ടിനകത്ത് മുഴുവൻ ചുറ്റും ഇദ്ദേഹത്തിനെ ഒരു കൂട്ടിനകത്താക്കി ഈ ജഡായുവിനെ. ജഡായു അവിടെ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് കുടഞ്ഞു. അപ്പോഴത്തേന് ഈ അമ്പെല്ലാം തെറിച്ചു പോയി. ചാടി എഴുന്നേറ്റ് സൂതന്റെ തല കൊത്തിപ്പറിച്ച് ദൂരോട്ട് എറിഞ്ഞു. കുതിരകളെ തല്ലിക്കൊന്നു, രഥം തല്ലി ഉടച്ചു. എന്നിട്ട് വില്ലു വാങ്ങിച്ച് പിടിച്ച് ഒടിച്ച് ദൂരെ കളഞ്ഞു. ഇത്രയായപ്പൻ രാവണന് പതിവൊന്നും എടുക്കുന്നില്ല. കാരണം ഇവിടെ വേറൊരു ദൗത്യമുണ്ട്, സീതയെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം സീതയും കൊണ്ട് മേലിലോട്ട് പൊങ്ങി. അപ്പൊ താഴോട്ടൊന്ന് വീണു ഇദ്ദേഹം. ജഡായു ചാടി എഴുന്നേറ്റു. പിന്നാലെ ചെന്നിട്ട് വീണ്ടും മാന്തിപ്പറിക്കുകയും കൊത്തുകയും വല്ലാത്ത ഉപദ്രവങ്ങൾ ചെയ്തു. അപ്പോഴാണ് ഇദ്ദേഹം രാവണൻ ചന്ദ്രഹാസം എടുത്ത് വാളുകൊണ്ട് ചിറകുകൾ മുറിച്ചു. ഞാൻ താഴേക്ക് അങ്ങ് വീണു. അപ്പം സീത അനുഗ്രഹിക്കുന്നുണ്ട്, രാമനെ കണ്ട് വിവരം പറയുന്നിടം വരെ നീ ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സീത കരഞ്ഞു വിളിച്ചങ്ങ് പോവുകയാണ്. കുറെ കഴിയും ഇവര് തിരക്കി വരിക. ദൂരേന്ന് കാണും കിടക്കുന്ന വലിയൊരു പർവ്വതാകാരനെ. ഓടി വരും. വന്ന് നോക്കുമ്പം ഇങ്ങനെ പതഞ്ഞ ചോര വമിച്ച് കൈകാലുകൾ ഇങ്ങനെ നീട്ടിക്കിടക്കുകയാണ്, അവശനായിട്ട് കിടക്കുക. അപ്പം ശ്രീരാമൻ അടുത്തോട്ട് വരുന്ന പറഞ്ഞു, അങ്ങ് ഔഷധ സസ്യം പോലെ തിരയുന്ന ദേവിയെയും എൻ്റെ പ്രാണനെയും അവൻ കൊണ്ടുപോയി. രാവണൻ കുബേര സഹോദരൻ, വിശ്രവസിന്റെ പുത്രൻ എന്നൊക്കെ അഡ്രസ്സ് പറഞ്ഞിട്ടാ പറയുന്നത്. അങ്ങനെ കൊണ്ടുപോയി. അന്നേരം അവിടെ ശ്രീരാമൻ ഇങ്ങനെ കുനിഞ്ഞ് തീരെ വയ്യ. എന്നിട്ട് കുനിഞ്ഞിരുന്ന് പറയാണ്,
പറയൂ പറയൂ എന്ന് തൊഴുതുകൊണ്ട് പറയാ, ബാക്കി പറയൂ ഇങ്ങനെ പറയൂ. പക്ഷെ ആ സമയത്തേക്ക് അങ്ങനെ ആയിട്ട് പോലും ബോധത്തോടെ മരണം മുന്നേ നിൽക്കുക, മരിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടും ബോധത്തോടെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും ശ്രീരാമൻ ഇങ്ങനെ അപേക്ഷിക്കുമ്പോൾ അദ്ദേഹം കട്ടച്ചോരയും മാംസവും വായിൽ നിന്ന് ചാടി കൈകാലുകൾ ഇങ്ങനെ നിവർത്ത് തല ഭൂമിയിലേക്ക് ചായച്ച് അങ്ങ് മരിച്ചു. ഉടൻ തന്നെ ശ്രീരാമന് പറയുന്നുണ്ട്, എനിക്ക് സീത പോയതിനേക്കാട്ട് ദുഃഖം വരുന്നു, സീതയ്ക്ക് വേണ്ടി ഒരാളിങ്ങനെ ജീവൻ കളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് തല മടിയിലോട്ട് എടുത്ത് വെച്ച് ഇങ്ങനെ തലോടുകയൊക്കെ ചെയ്യും. അപ്പോഴത്തേനും പതിവ് പോലെ ഇദ്ദേഹം കാഷ്ടങ്ങൾ വിറക് ശേഖരിക്കാൻ പോകും, ഉദകക്രിയ ചെയ്യും. ഇവര് നല്ല എന്തോ അഗ്നിഹോത്രിക്ക് തുല്യമായിട്ട് ജടായുവിനെ സംസ്കരിക്കും. അത് കഴിഞ്ഞിട്ടൊരു മാനിനെ കൊണ്ടുവന്നിട്ട് ഈ മാനിന്റെ ഇറച്ചി ഇങ്ങനെ വെട്ടിയെടുത്ത ഉരുളകളാക്കി പിണ്ടം വെക്കുക. പിണ്ടം എന്ന് പറഞ്ഞാൽ ഉരുള, നാം പിണ്ടം വെക്കുക. അങ്ങനെ ദർഭയില് ഈ പിണ്ടം വെച്ചു. എന്നിട്ട് പറഞ്ഞു മന്ത്രം ചൊല്ലി, പിതൃക്കൾക്ക് വേണ്ടിയുള്ള മന്ത്രം എല്ലാം ചൊല്ലി ഈ ഉരുളയൊക്കെ വെച്ചിട്ട് പക്ഷികൾ ഇത് വന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ, പക്ഷീന്ദ്രൻ അത് കണ്ട് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാ ദുഃഖത്തോടെ കണ്ണീരോടെ അവരവിടെ നിന്ന് യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മൾ കഥയിൽ അനുജനാണ് ജടായു, പക്ഷെ നമ്മൾ ആദ്യം കാണുന്നത് ജടായുവിനെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇവരെ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നു. സുഗ്രീവൻ ഓരോ ലക്ഷം ആളുകളെ ഓരോ 4 ദിക്കിലേക്കും വിടുകയാണ്. അതിൽ തെക്കേ ദിക്കിലേക്ക് പോകുന്നത് വളരെ പ്രഗത്ഭരായ വാനരന്മാരാ. അങ്കദൻ, നീലൻ, നളൻ ഇവരെല്ലാം അങ്ങോട്ടാണ് പോകുന്നത്, ജാമ്പവാൻ എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ ഇവര് ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് വഴിയെ കാണുന്ന രാക്ഷസരെയും അവരെല്ലാം കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. വാനര പ്രകൃതിയല്ലേ. അങ്ങനെ ചെല്ലുമ്പോഴാണ് സ്വയംപ്രഭ, അത് നമുക്ക് സ്വയംപ്രഭയെക്കുറിച്ച് സംസാരിക്കാം. സ്വയംപ്രഭയുടെ ഗുഹയിൽ പോകും. അവിടെ ചെന്ന് നല്ല സുഖമായിട്ട് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവർ തിരിച്ചു വന്ന് നിരാശരായി 30 ദിവസത്തിനകം കണ്ടുപിടിച്ച് വന്നില്ലെങ്കിൽ പോകുമെന്ന സുഗ്രീവന നിങ്ങളെ കൊല്ലുമെന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. അപ്പം ഏതാണ്ട് തീരാറായിരിക്കുക. ഇവര് നിരാശരായി. ആ സമയത്ത് ഇനിയും നമുക്ക് പ്രായോപവേശം അങ്കദൻ പറയുന്നുണ്ട്. അങ്കദനോട് ഭയങ്കര ദേഷ്യമാണെന്ന് അങ്കദന്റെ വിചാരം. ഞാൻ തിരിച്ചു വന്ന് എന്നെ കൊല്ലുമെന്നുള്ളതിന് സംശയം വേണ്ട, എൻ്റെ അമ്മയ്ക്ക് ആരും ഇല്ലാതാവും, അതുകൊണ്ട് അമ്മയെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ട് പ്രായോപവേശം പട്ടിണി മരണത്തിന് വേണ്ടിയിട്ട് ഇവർ ദർഭയെല്ലാം വിരിച്ച് ഇങ്ങനെ മഹേന്ദ്ര പർവ്വതത്തിന്റെ താഴ്വരയില് കിടക്കുക. പ്രായോപവേശം എന്താണെന്നൊന്ന് പറയണം ടീച്ചർ. പ്രായോപവേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇംഗ്ലീഷ് പറഞ്ഞതിൽ ഹങ്കർ സ്ട്രൈക്ക്, മരണം വരെ നിരാഹാരം, അതിനാ പ്രായോപവേശം. ഇവരിങ്ങനെ കിടക്കുന്ന ഉടനെ ഈ അനക്കവും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ ആണ് സമ്പാദി അവരുടെ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുക, വയ്യ, അവശന. ഇത് ഇദ്ദേഹത്തിന്റെ ചേട്ടനാണല്ലോ, തീരെ കരിഞ്ഞു പോയതാ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് നല്ല സന്തോഷം. കാരണം ദാ ഇഷ്ടം പോലെ എനിക്ക് ദൈവം തന്ന ഇരകളാണ്, ചിറകും കാലും ഒന്നും ഇല്ല എനിക്ക്, ഓരോരുത്തരെയും ചാകുന്നതനുസരിച്ച് എനിക്ക് ഭക്ഷിച്ച്. ഇത് പറഞ്ഞത് ഇച്ചിരി ഒച്ചത്തിലായിരുന്നു, ആത്മഗതമാണെങ്കിലും. അപ്പൊ ഇവരിത് കേട്ടു. അവര് പറഞ്ഞു, ദൈവമേ, നമുക്ക് ഇങ്ങനൊരവസ്ഥയാണല്ലോ വരാൻ പോകുന്നത്. എന്നിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പദം പറഞ്ഞ് എല്ലാവരും കൂടെ സങ്കടപ്പെടുന്നു. എന്നിട്ട് അവസാനം പറയും, ആ ജടായു എത്ര ഭാഗ്യവാനാണ്, രാമകാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം മരിച്ചത്, നമ്മൾക്ക് ഇങ്ങനെ ഒരു ദുരന്തമാണല്ലോ വരാൻ പോകുന്നത്. ഇത് കേട്ടു ജടായു കേട്ടു. അയ്യോ, അദ്ദേഹത്തിന് ആരാണ് മരിച്ചു എന്നാ കേൾക്കുന്നത്, എൻ്റെ സഹോദരന്റെ കാര്യം ആരാണ് പറയുന്നത്, എനിക്ക് എഴുന്നേക്കാൻ വയ്യ, എനിക്ക് എന്നെ ദയവായിട്ട് ഇവിടെ നിന്നും ഒന്ന് ഇറക്കി താഴേക്കൊന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിക്കും. ഉടനെ തന്നെ ഇവര് ജടായു സമ്പാദിയെ താഴെ കൊണ്ടുവരും. സമ്പാദിയിൽ നിന്നാണ് നമ്മൾ ഇവരുടെ കഥകൾ അറിയുന്നത്. സമ്പാദി പറയും, എൻ്റെ അനുജനാണ് നിങ്ങളീ പറഞ്ഞ ജടായു, ഞങ്ങളുടെ അച്ഛൻ ഈ സൂര്യ തേരാളിയായ അരുണനാണ്, ശേനി എന്ന പരുന്താണ് അമ്മ. അവരിലുണ്ടായ മക്കള് ജനിച്ചപ്പോഴേ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അവർ ഉപേക്ഷിച്ചു. അപ്പൊ നമുക്ക് പറയാം, അച്ഛനും അമ്മയും ഇല്ലാതെ ജീവിക്കുന്ന കുഞ്ഞുങ്ങള് സമൂഹത്തിൽ എന്ന പോലെ പുരാണാതിഹാസങ്ങളിലും ധാരാളം പേരുണ്ട്. അച്ഛനും അമ്മയും കൂട്ടി വളരാത്ത, നമ്മൾ പറയുന്ന തന്തയും തള്ളയും കൂട്ടി വളരണം എന്ന് പറയത്തില്ലേ, അങ്ങനെ വളരാത്ത കുഞ്ഞുങ്ങള് ഒരുപാടുണ്ട്. രാവണൻ അച്ഛന്റെ അമ്മയുടെയും കിട്ടിയില്ല, ഈ വാനരന്മാർക്ക് കിട്ടിയില്ല, ബാലിക്ക് സുഗ്രീവനും. അതേസമയം ശ്രീരാമാദികൾക്ക് അത് നന്നായിട്ട് കിട്ടി.
അപ്പം നമ്മൾ ആ വളരുന്ന ഈ അച്ഛനും അമ്മയും ചേർന്ന് വളർത്താത്ത കുഞ്ഞുങ്ങളുടെ അവര് പലതരത്തിലാവും. ചിലര് മഹാദുഷ്ടന്മാരും താന്തോന്നികളും കുറ്റവാളികളും ഒക്കെ ആവും. അതേസമയം ചിലര് മഹത്തുക്കളാവും. അങ്ങനെ മഹത്തുക്കളായ രണ്ടുപേരാണ് ഈ ജടായുവും സമ്പാദ്യവും. എന്നിട്ട് ഇവര് രണ്ടുപേരും നല്ല സന്തോഷത്തിൽ ഈ മലയിൽ താമസിക്കാം, മഹേന്ദ്രാചലത്തിൽ. അപ്പോൾ പെട്ടെന്ന് മേളിലോട്ട് പാഞ്ഞു പോകണം, മത്സരിച്ചു പോയെന്നും സൂര്യമണ്ഡലത്തിലേക്ക് ഉയർന്നെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ അച്ഛൻ ഇതാണെന്ന് അറിഞ്ഞ് അച്ഛനെ കാണാൻ ചിലപ്പം പോയതാവില്ലേ, അങ്ങനെയാവാം. എന്നിട്ട് ഇവരിങ്ങനെ മേളിലോട്ട് പറന്നു. അനിയൻ സ്പീഡിൽ പോവാണ്, വട്ടം ചുറ്റുമൊക്കെയാണ് ഇവർ മേളിൽ കയറിപ്പോ. നല്ല സുന്ദര വർണ്ണനയാണത്. അങ്ങനെ കുറേ ചെന്നപ്പം സമ്പാദി ശ്രദ്ധിക്കുന്നുണ്ട് അനിയനെ. കുഞ്ഞ് എന്തോ തലറ ചുറ്റുന്ന പോലെ, അവന്റെ ആദ്യത്തെ അതൊന്നും കാണുന്നില്ല. നല്ല തീഷ്ണമാണ് ആ സമയത്തെ സൂര്യരശ്മികള്. ഉടനെ തന്നെ അനുജന് ആപത്ത് വരാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടായിട്ട് സമ്പാദി പെട്ടെന്ന് കുതിച്ച് മേളിൽ കയറിയിട്ട് തൻ്റെ വലിയ കൊട പോലെയുള്ള ആ ചിറകുകള് ഇങ്ങനെ വിരിച്ചു കവച്ചു. എന്നിട്ട് അതിനടിയിലാക്കി. അത്രയൊക്കെ ഓർമ്മയുള്ളൂ. പിന്നെ ഇവര് താഴെ വീഴുകയാണ്. ഒരാൾ ജനസ്ഥാനത്ത് വീണു, ഒരാള് ഈ പർവ്വതത്തിലും വീണു. ഈ വാൽമീകി പറയുന്ന 6-ാം ദിവസമാണ് കണ്ണു തുറക്കുന്ന ഈ സമ്പാദി. മറ്റേ അധ്യാത്മരാമായണത്തിൽ 3-ാം ദിവസം എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല, കണ്ടിട്ടുമില്ല, പരസ്പരം കാണാതെ അവസാനം പേര് കേൾക്കുന്നത്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇവര് നടന്ന കാര്യങ്ങൾ മൊത്തം ഇവരും പറയും. എന്താ പറയും, ഞങ്ങൾ ഇത്ര ദിവസത്തിനകം ചെന്നില്ല, ഞങ്ങൾക്ക് പ്രാണാധിക ദണ്ഡം അനുഭവിക്കേണ്ടി വരും. സീതയെ അങ്ങേക്ക് എങ്ങനെയും സഹായിക്കാൻ പറ്റുമോ? അപ്പം ഇദ്ദേഹം പറയും, എനിക്ക് ദേഷ്യം കൂടുകയാണ്. രാവണനാണ് അനുജനെ കൊന്നത്, പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ എതിർക്കാനുള്ള ശേഷി ഇപ്പം ഇല്ല. ചിറകില്ല, വൃദ്ധനാണ്. പക്ഷെ എനിക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും അതിര്. എന്നിട്ട് പറയുന്നുണ്ട് ഇത്ര അതിര് വരെ, അതായത് സമുദ്രത്തിന് അതിരുകളുണ്ട്. ആദ്യത്തെ ഇത്ര സ്ഥലം വരെ കുരുവുകൾക്ക് പറ്റും, കുറച്ചുകൂടെ പോകാം കാക്കയ്ക്ക്, കുറച്ചുകൂടെ ക്രൗഞ്ചപക്ഷികൾക്ക്, അതിലും കുറച്ചുകൂടെ പോകാം ഗരുഡൻ പരുന്തിന്, അത് കഴിഞ്ഞിട്ടും പോകാം കഴുകന്, ഏറ്റവും ഒടുവില് 7-ാമത്തെ ഭാഗം വരെ പോകാം വൈനതേയന്മാർക്ക്. ഈ വൈനതേയ ഭാഗത്തിൽപ്പെടുന്നതാണ് ഞങ്ങള്. എനിക്കിവിടെ നിന്ന് 100 യോജന ദൂരെ കാണാൻ പറ്റും. ഞാൻ കാണുന്നു സീതയെ അവിടെ ശിംശഭ വൃക്ഷ ചുവട്ടില് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്കത് കാണാൻ പറ്റുന്നു. നിങ്ങൾ പെട്ടെന്ന് വേല ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഞാൻ ഇങ്ങനെ താഴെ വീണപ്പോൾ അവിടെ നിശാകരസ്വാമിയുണ്ട്. അദ്ദേഹമാണ് ഇവരെ നേരത്തെ സംരക്ഷിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അദ്ദേഹം കാണുന്നു 6-ാമത്തെ ദിവസം. എന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ചിറകില്ലെന്നുള്ളത് മനസ്സിലായി. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇവന് ചിറക് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ പറന്നു പോകും, ഇവിടെ നിൽക്കണം. നേരത്തെ സൂചിപ്പിച്ച പോലെ വിധികളുണ്ടല്ലോ, അത് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവിടെ നിൽക്കണം. അങ്ങനെ ശ്രീരാമനെ ഇതുപോലെ ഭാര്യ നഷ്ടപ്പെടും, സീത പോകുന്നു. സീതയെ തിരക്കി വാനരന്മാർ വരും. വാനരന്മാർക്ക് വഴി പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നിനക്ക് ചിറക് മുളയ്ക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നല്ല ചുമന്ന ചിറകുകൾ ഇങ്ങനെ മുളച്ചു വരാൻ തുടങ്ങി. പെട്ടെന്ന് അത് നല്ല വിശാലമായ ചിറകായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് വേല ചെയ്തോളൂ സീതയെ കാണാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ചിറക് വിരിച്ച് ചിരഞ്ജീവിയായ സമ്പാദി അനന്തതയിലേക്ക് പറന്നു പോകും. ശരിക്കും പറഞ്ഞാൽ ഈ ജടായുവും സമ്പാദിയും സഹോദര സ്നേഹത്തിന്റെ ഏറ്റവും ഉദാഹരണങ്ങളാണ് അല്ലേ? ശരിക്കും എല്ലാ സഹോദരങ്ങളും മാതൃകയാക്കേണ്ടവരാണ്. ഇപ്പോൾ ജടായുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്റെ പഴയ സുഹൃത്തായ ദശരഥന്റെ മകന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് തന്റെ ജീവൻ ഇല്ലാതാക്കിയത്. തീർച്ചയായിട്ടും അത് ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു ഓർമ്മ. ഇവിടെ തിരിച്ച് സമ്പാദിയാണെങ്കിലോ തന്റെ സഹോദരന്റെ ചിറകുകൾ സംരക്ഷിക്കാൻ വേണ്ടി, അയാളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ചിറകുകൾ ഇല്ലാതാക്കി. ഒരു പക്ഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ചിറകുകളാണ്, അതിനെ ഇല്ലാതാക്കി. അച്ഛനമ്മമാരില്ലാതെ വളർന്നവരാണെന്നും കൂടെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. എന്നിട്ടും അവർക്ക് ആ സ്നേഹബന്ധം ഏറ്റവും മഹത്തുക്കളായിട്ട് മാറി. രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് 2 പക്ഷി സഹോദരങ്ങൾ ആകുന്ന കാര്യമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. നാളെ വീണ്ടും കാണാം മറ്റൊരു കഥയുമായി. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.